കരുവന്നൂർ കള്ളപ്പണ കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം തയ്യാറാക്കുന്നു. 30-ലധികം പേർ പ്രതിപട്ടികയിലുണ്ടാകും. 4 കോടി രൂപ വരെ വായ്പയെടുത്ത് തിരിച്ചടവില്ലാതെ ബാങ്കിനെ വഞ്ചിച്ചവരും പ്രതികളാകും. ചോദ്യം ചെയ്യലുകൾ ഉടൻ പൂർത്തിയാക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കള്ളപ്പണ ഇടപാട് കേസുകളിൽ രണ്ടാം ഘട്ട കുറ്റപത്രം തയ്യാറാക്കുകയാണ് ഇഡി. കുറ്റപത്രത്തിന്റെ കരട് 90% പൂർത്തിയായി കഴിഞ്ഞു. 30ഓളം പേർ കൂടി പുതിയ പ്രതിപട്ടികയിലുണ്ടാകും. വ്യാജ ഈട് രേഖകൾ നൽകി 4 കോടി രൂപയ്ക്ക് മുകളിൽ വായ്പകൾ എടുത്ത് തട്ടിപ്പ് നടത്തിയവരായിരുന്നു ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ 4 കോടി രൂപ വരെ വായ്പാ തട്ടിപ്പ് നടത്തിയവരും പ്രതികളാകും. കൃത്രിമ രേഖകളും വസ്തുഈടുകളിൽ വ്യാജ പ്രമാണങ്ങൾ നൽകിയുമെല്ലാം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ബാങ്കിലെ ഉദ്യോഗസ്ഥർക്കുമേൽ അനധികൃത വായ്പകൾ നൽകാൻ സമ്മർദ്ദം ചെലുത്തിയവരും തട്ടിപ്പിലൂടെ കോടികൾ തട്ടിയവർക്കൊപ്പം ചേർന്ന് പങ്കുപറ്റിയവരും പ്രതികളാകും. കഴിഞ്ഞ വർഷം നവംബറിൽ കലൂർ PMLA കോടതിയിൽ ഇഡി സമർപ്പിച്ച 12,000 പേജുള്ള കുറ്റപത്രത്തിൽ 50 വ്യക്തികളടക്കം 55 പേരായിരുന്നു പ്രതിപട്ടികയിലുണ്ടായിരുന്നത്. കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത 4 പേർ റിമാൻഡിൽ തുടരുകയാണിപ്പോഴും. 90 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് ആദ്യഘട്ട കുറ്റപത്രത്തിലുള്ളത്. 2021 ഓഗസ്റ്റിലാണ് കരുവന്നൂർ തട്ടിപ്പിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിനിടെ കേസിൽ നിർണായക ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുകയാണ്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെയുമാണ് ആവർത്തിച്ച് ചോദ്യം ചെയ്തു വരുന്നത്. വർഗീസിനെ 6 തവണയും PK ബിജുവിനെ ഇതുവരെ 3 തവണയും ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിസ് കാട, വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലർ മധു അമ്പലപുരം എന്നിവരും രണ്ടാം ഘട്ട അന്വേഷണ പരിധിയിലുണ്ട്. ജനം, കൊച്ചി.